ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ടൊന്നുമില്ല, വയ്യാഴിയൊക്കെ ഉണ്ട്, ഭയങ്കര ചുമയായിരുന്നു ഗൈസ്. എന്തോ ആയാലും ശരി, ഞങ്ങൾ ഇന്ന് ഒരു ചായ കുടിക്കാനായി പോയിട്ടോ. ഞാനും മോളോടാണ് പോയത്. അപ്പം മോള് കുറേ ദിവസം കൊണ്ട് വീട്ടിൽ ഇരുന്ന് വരുന്ന പുള്ളിക്കാരി ആകെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലോട്ടായി. അപ്പോൾ വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാനുള്ള രീതിയിലല്ല ഇറങ്ങിയത്, ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം എന്നാണ് വിചാരിച്ചത്. എന്തായാലും മുന്നോട്ട് നടന്നു. അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയി ഗ്രൗണ്ടിലൊക്കെ നടന്നിട്ട് അവളന്നേരം എന്താ പറയുക ഒന്ന് ഫ്രീ ആവുമല്ലോ, മനസ്സൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചു. റൂമിനകത്ത് മുറിക്കകത്ത് തന്നെ കിടക്കുകയാണ്, വെളിലോട്ട് അങ്ങനെ പോകാറില്ല. മഴ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ വെളിലോട്ട് വിടാറില്ല. പിന്നെ തിരക്ക്, നമ്മുടെ പഠിത്തം, കാര്യങ്ങൾ ഒന്നും പറയണ്ട. എന്തെന്നാലും എന്താ പറയുക, ഭൂലോകം ഇടിഞ്ഞു വീഴുന്നൊരു പ്രശ്നം വന്നാൽ ശരി, അവർക്ക് വേണ്ടി 10-15 മിനിറ്റ്, 10-15 1 മണിക്കൂറെങ്കിലും സമയം ചിലവഴിക്കണമെന്ന് ഞാൻ വരെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നി, കുഞ്ഞിലൊരു മാറ്റം വന്ന പോലെ തോന്നി. ഇനി അങ്ങനെ പറ്റത്തില്ല എന്നുള്ളൊരു വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടും ചുമ്മാ ഒന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, പഠനത്ത് പോയി നമുക്ക് ബജിക്കടയിൽ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ചായ മേടിച്ച് തരാമോ, ചായയും ഉള്ളിവടയും. ഞാൻ ചിന്ത വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉള്ളിവട മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സന്തോഷം. അങ്ങനെ ചായയും കുടിച്ച് മോളവിടുന്ന് നിന്ന് ഉള്ളിവടയും കഴിച്ച്. അപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ വന്നിരുന്ന് കഴിക്കുന്ന എല്ലാം കണ്ടു കേട്ടോ. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞു, ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. എന്തായാലും കുഴഞ്ഞു പോയി, കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ.